നിസ്സാരമായിട്ട് മാറ്റുന്ന ചില വിദ്യകളുണ്ട്. അത് നോക്കാം, കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ. നല്ല ഭംഗിയായിട്ട് നല്ല മുറുകി കിടണം. ലൂസാകരുത്, ടൈറ്റായിട്ട്. അഫോർഡബിൾ അല്ലാത്ത സ്റ്റേജ് വരും പറയണേ. നല്ലോണം മുറി പിടിച്ചോട്ടെ. വിചാരിച്ച് അങ്ങേരി അല്പം ഒന്ന് വേദനിക്കും, പേടിക്കണ്ട. കഴുത്തിനുണ്ട് വേദന, അതിപ്പം മാറും. ടെക്നിക്കും പേടിക്കണ്ട. ബലം കൊടുക്കരുത്. കൈ രണ്ടും പൊക്ക്, കൈ പൊക്ക്. ശ്വാസം പിടി, ശ്വാസം പിടി, പിടി, ശ്വാസം പിടി. എണീറ്റ് കെട്ടഴിച്ചു. ഇനി ഒന്ന് തിരിഞ്ഞ് നോക്കി അങ്ങോട്ട് വീണ്ടും. അവിടെ സ്റ്റെപ്പ് മാറാതെ അങ്ങോട്ട് വീണ്ടും തിരിഞ്ഞു നോക്ക്. സ്റ്റെപ്പ് മാറാതെ തിരിഞ്ഞു നോക്ക്. വേദന ഉണ്ടോ നോക്ക്. താഴെ നടുവിന് കൈ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ തിരി. സ്റ്റെപ്പ് മാത്രമാണ്. വേദനയില്ലല്ലോ. അവിടെ പിടിച്ചിട്ടൊന്ന് ഇരിക്കുകയും ചെയ്താൽ ചേർച്ചിട്ട് കൊടുക്കാം. പിന്നെന്ത് ഇവിടെ പിടിച്ച് ഞാൻ ചുമ്മാ പിടിച്ച് ഇനി എണീറ്റോ. എന്താ പറ്റാത്ത? ഇനിയിപ്പോ വേദന എവിടെയെങ്കിലും ഉണ്ടോ? ഇരുന്നോ, കൈ കുത്താതെ ഇരുന്നോ. എണീറ്റോ. വേദന എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പോഴും? ഇല്ല. ഇവിടെ കഴുത്തിലെ കൈക്കാനോ കൈപ്പ് ഫ്രീ ആയോ? ഇനി കാലുണ്ടല്ലേ, അതും കൂടെ നിർത്തുകളെ. നമുക്ക് ഇപ്പൊ തന്നെ വെയിറ്റ് എടുക്കാം. ഇനി പോയി ഏത് വെയിറ്റും പൊക്കിക്കും. ശരിയായി. സീരിയസ് ആയിട്ട് എക്സസൈസ് രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യണം. അല്ലെങ്കിൽ ബെഡ് കിടന്നുകൊണ്ട് എക്സസൈസ് ചെയ്യണം. അതായത് ഞാൻ കാണിച്ചത് 1 2 3 4 ട്വിസ്റ്റ് ചെയ്തവിടെ 1 2 3 4 ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. അതാണ് എക്സസൈസ് ചെയ്ത് വേണം. നെക്ക് എക്സസൈസ് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, ഫ്രണ്ട് ആൻഡ് ബാക്ക്, അപ്പ് ആൻഡ് ഡൗൺ, ഇത്രയും കൂടെ ചെയ്യണം. ഷോൾഡറിന് രണ്ടും ക്ലോക്ക് വൈസ് ആൻഡ് ഇത്ര എക്സസൈസ് ചെയ്താൽ മതി. പിന്നെ ഉണ്ടാകത്തില്ല. എക്സസൈസ് എടുക്കണം. നോക്കിയോ, നിങ്ങളെല്ലാം ചെയ്യാൻ കഴിയില്ല. ബെഡിൽ കിടന്നുകൊണ്ട് മതി. 1 2 3
4. ഈ ട്വിസ്റ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം. സോക്കറ്റിനകത്ത് ഇത് ബോൾ കിടന്ന് ഇങ്ങനെ കറങ്ങണം. 1 2 3 4 1 2 3 4. അത് ഈ ഷോൾഡർ പെയിൻ ഉള്ളവർക്ക്, ഇവിടെ ഹിപ്പിന് ജോയിന്റ് പെയിൻ ഉള്ളവർക്ക്. പിന്നീട് നെക്ക് സ്പോണ്ടിലൈറ്റിസ്, സ്പോണ്ടിലോസിസ് 1 2 3 4 1 2 3 4. പിന്നെ ഷോൾഡർ പെയിൻ ഉള്ളവർക്ക് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. നെക്കിന് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡാൻസുകാർ കാണിക്കുന്നതാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് അപ്പ് ആൻഡ് ഡൗൺ ഇവിടെ ടച്ച് ചെയ്യാം. അത്രേ. കഴുത്തിന്റെ പ്രോബ്ലം എല്ലാവർക്കും, പ്രത്യേകിച്ച് ലേഡീസിന് വളരെ കൂടുതലുള്ളതാണ്. അപ്പൊ അതിനെ നിങ്ങൾ കണ്ടിരിക്കാൻ കോളർ ഇട്ടുകൊണ്ട് നടക്കുന്നത്. 3 മാസം 6 മാസം കോളർ ഒരു കോളർ കൂടെ ഉണ്ട്. അഥവാ പ്രശ്നം ഉണ്ടെങ്കിൽ സ്പോണ്ടിലൈറ്റിസ് ഉണ്ടെങ്കിൽ കോളറൊന്നും ഇരിക്കേണ്ട. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്താൽ മതി. എക്സസൈസും ചെയ്യിച്ചാൽ മതി. ട്വിസ്റ്റ് ചെയ്ത് വരിവെടുത്ത് കഴിഞ്ഞാൽ ടിക് ടിക്കുന്ന ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു പക്ഷേ വേണ്ടി വന്നാൽ കുറെ സിവിയർ ആണെങ്കിൽ ഒന്നും കൂടെ ട്രാക്ഷൻ ചെയ്യണം. അതിന് തോർത്ത് മതി ട്രാക്ഷൻ. കെട്ടിയൊന്നും ഇട്ടേക്കേണ്ട കാര്യമില്ല. ചുമയ്ക്കുമ്പോഴൊക്കെ ബോഡി ബാലൻസ് ചെയ്ത് കിടത്തണം. കറക്റ്റായിട്ട് ബോഡി ബാലൻസ് ചെയ്ത് കിടത്തിട്ട് ബാക്കിൽ വന്നിട്ട് ഈ തുണി കഴുത്തിൽ മുറിപ്പോയാൽ ചത്തുപോകും. അതുകൊണ്ട് ഈ താടിയിൽ മാത്രമേ തുണി ഇടാവൂ. ശ്രദ്ധിച്ച് വേണം അത് കൈകാര്യം ചെയ്യാൻ. ഒരു കാരണവശാലും ബാക്കിൽ ട്രാക്ഷൻ വലിക്കുന്നുണ്ടെങ്കിൽ ഈ തുണി ഇവിടെ കുരുങ്ങരുത്. താടിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വലിക്കണം. ഈ സൈഡിൽ രണ്ടിടവും ബലമായി പിടിക്കണം. എന്നാലേ ഇതിങ്ങോട്ട് വലിഞ്ഞു വരും. അവിടെ ആരെങ്കിലും കാലെ പിടിച്ചോ? അപ്പൊ ഇങ്ങോട്ട് ആ നെർവ് സിസ്റ്റം ഒക്കെ വലിഞ്ഞിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ എടുക്കാം. അത്രയും ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഹിപ്പ് ജോയിന്റ് ഇവിടെ വരെ എത്തി. ഹിപ്പ് ജോയിന്റ് ഡിസ്ലോക്കേഷൻ. ഇത് വാള് ചിലപ്പോൾ അങ്ങ് ഔട്ടായി കിടക്കും. ചിലപ്പോൾ അതിൽ തന്നെ സോക്കറ്റിനകത്ത് തന്നെ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് കുറച്ച് മാറിയിരിക്കും. ചിലപ്പോൾ അങ്ങ് കംപ്ലീറ്റ് ഔട്ടാവും. ചിലപ്പോൾ ഉള്ളോട്ടങ്ങ് കയറും. ഇത്ര ഇതിനകത്ത് സംഭവിക്കാം. ഉള്ളോട്ട് കയറണമെങ്കിൽ അത് ഇവിടെ നീര് കയറിയും വരും. ഇവിടുത്തെ ഭയങ്കര നീരായിരിക്കും. സ്ലിപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആള് കോടി നടക്കത്തുള്ളൂ. ഇങ്ങനെ നടക്കത്തുള്ളൂ. ഒരു സൈഡ് ഇങ്ങനെ തള്ളിയിരിക്കും. അത് പരിശോധിച്ചിട്ട് കറക്റ്റ് പൊസിഷൻ വെച്ചിട്ട് കാലിങ്ങനെ വെച്ച് ഇപ്പം പുറത്തോട്ടിരിക്കുകയാണെങ്കിൽ കാല് പതുക്കെ ഇങ്ങനെ ഉയർത്തി നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ട് ഇവിടെ പൊസിഷൻ ചിലപ്പോൾ ഇങ്ങോട്ട് മാറിയോ ആ ബാളിന്റെ പൊസിഷൻ കറക്റ്റായിട്ട് പിടിച്ച് നോക്കണം. പിടിച്ചാൽ അറിയാം. ഇവിടെ ഇങ്ങോട്ട് തിരിക്കുന്നതും ഇവിടെ തട്ടുന്ന ഒരുമിച്ചു. അപ്പോൾ അകത്ത് വീണു. എന്നിട്ട് പരിവെടുത്ത് ഇനി കായ് അകത്ത് വീണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പൊക്കി ഇട്ടാവും. ബാൻഡേജ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ക്രോസ് ബാൻഡേജ് ചെയ്ത് മുറിവെണ്ണ ധാര കോരി അതിനോട്ട് കയറിഞ്ഞാൽ മുറിവെണ്ണ ധാര കോര. 10-20 ദിവസം റെസ്റ്റ് എടുക്കാം. ട്രാക്ഷൻ വേണമെങ്കിൽ ഇങ്ങനെ ഉയർത്തി വെച്ച് ഹാർട്ടിൽ വന്നിട്ട് ഉയർത്തി വെച്ച് ഇവിടെ ഒരു വെയിറ്റ് തൂക്കി അല്ലെങ്കിൽ ജനലിലെ വലിച്ചു കെട്ടി ഇങ്ങനെ കിടത്തി, അല്ലെങ്കിൽ കട്ടിലിൻ്റെ കാലിൻ്റെ മുകളിൽ കെട്ടി ഇങ്ങനെ ഇട്ടേക്കാം. ഇവിടെ മൂവ്മെൻറ്റ് വരരുതെന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ആ ട്രാക്ഷൻ നടക്കും, മൂവ്മെൻറ്റ് വരും. അപ്പോൾ അത് ശരിയാകും. ഇനി ഇത് അകത്തോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ നീറ്റ് ചെന്നേക്കാൻ പുറകിൽ കയറി നിന്ന് ഈ കൈ വരുത്തോണ്ട് നമ്മൾ ബാക്കിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു കാല് നമ്മുടെ ഒരു കാലെടുത്ത് ഇവിടെ ചവിട്ടണം. ചവിട്ടി താത്തോണ്ട് ഈ താടി മേപ്പോട്ട്
കയ്യും താടിയും കൂടെ മേപ്പോട്ട് വലിക്കുമ്പോൾ ഇത് പുറത്തോട്ട് കുറച്ചും കൂടെ സ്ലിപ്പ് ചെയ്ത് പൊസിഷനും ഇവിടെയാണ് കുഴപ്പമെങ്കിൽ അവിടെ ആ സൈഡിൽ ചെയ്യണം, ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യണം. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ കറക്റ്റ് പൊസിഷനായി മുമ്പോട്ടും പറഞ്ഞോട്ടും. ആ പേഷ്യന്റിന് ഇരിക്കാൻ പറ്റുമോ? ഇരുത്തണം, ഇരുത്തണം. ഇരുത്തുന്നത് പൊസിഷൻ വേദന കാണും എങ്കിലും ആ പൊസിഷനിൽ ഇരുത്തി വെക്കൂ. ഈ ബോൾ ആ സോക്കറ്റിന് നേരെ കൊണ്ട് വെക്കണം, എന്നാലേ അത് പുഷ് ചെയ്ത് അകത്ത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ തെന്നി മാറി അപ്പുറം ഇരിക്കും, കൂടുതൽ വേദനയായിരിക്കും. പിന്നെ ഒന്നിന് തന്നെ ഒരു കാര്യത്തിന് 2-3 തരത്തിലുള്ള റെമഡിയുണ്ട്, പലതരത്തിലുള്ള. അതിൽ നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് പൊസിഷൻ ഏത് ചെയ്താൽ അത് നമ്മൾ ഗസ് ചെയ്യുക, ഏത് ചെയ്താൽ രക്ഷപ്പെടുമെന്ന് നമ്മൾ ഗസ് ചെയ്യുക. അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ വരികയാണ് സാധാരണ. എന്തോ ഡിസ്ക് പ്രൊലാപ്സ് നടത്തും. ചെറിയ സിമ്പിൾ ആണെങ്കിൽ ഇങ്ങനെ എത്തിയിട്ട് കൈ മുകളിലോട്ട് ദൂരെ നിന്ന് ഒരു 3 സ്റ്റെപ്പ് ബാക്കിൽ നിന്നിട്ട് കാല് മുടക്കി ഈ സെൻട്രൽ അടി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഇതിനുള്ള കറക്റ്റായിട്ട് കൈ ഉയർത്തണം, ഒരു കൈ രണ്ടും ഉയർത്തിയിരിക്കണം. ബാക്ക് ബോൺ സ്ട്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. കാല് മുടക്കിയിട്ട് ദൂരെ നിന്ന് സ്റ്റെപ്പ് ചെയ്ത് വന്നിട്ട് ഒറ്റയാടി കാലിന്റെ ഈ സെന്റർ നോക്കി കാല് വെച്ച് ഞാൻ ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അടുത്തത് കടന്ന് നേരത്തെ ചോദിച്ചു വെച്ചില്ലേ ചുമയ്ക്കുമ്പോഴൊക്കെ. അപ്പം ഇത് കറക്റ്റ് സെന്ററിൽ ലംബാർ L4 L5 ആയിരിക്കും മിക്കവാറും വരുന്നത്. L4 L5 ആയിരിക്കും. ആ L4 L5 ടച്ച് ചെയ്യത്തക്കൊണ്ട് അതിന്റെ അത് സെന്ററിൽ വരത്തക്കൊണ്ട് ഈ പാഡ് വെച്ചിട്ട് മടക്കും. ഹിപ്പ് പൊക്കിയിടാൻ വേണം അതിന്റെ സെന്ററിൽ തന്നെ. ഹിപ്പ് പൊക്കിയിട്ട് ഫോഴ്സിലങ്ങിട് അതിനകത്ത് ഇത് ചെയ്യിക്കുക. അതിനുശേഷം ഒരു തോർത്തിന് അടിയിലൂടെ കയറ്റിയിട്ട് 2 പേര് ഒരുമിച്ച് ഈ ഉയർന്നു വന്നതിന് ശേഷം മാക്സിമം ഉയർത്തിയതിന് ശേഷം നമ്മൾ ഒരു 2 ഇഞ്ചും കൂടെ ഒരേ സമയത്ത് അങ്ങ് ചെയ്യുക, ഉയർത്തുക. അവർ മാക്സിമം ഉയർത്തിയിരിക്കുക, ഇങ്ങനെ നമ്മൾ ഒന്നും കൂടെ അങ്ങ് ഉയർത്തുക. ഒറ്റയ്ക്ക് പറ്റത്തില്ല സാർ? ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഒരു സൈഡിലല്ലേ. അല്ല, നടുക്കൂടെ പറ്റത്തില്ല, ഒക്കത്തില്ല. ഇത് 2 പേര് ഒരുമിച്ച് അങ്ങനെ പൊക്കത്തില്ല. ഇത് മിക്കവാറും 3 പ്രാവശ്യം ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. അടുപ്പിച്ച് നോക്കണം. ഈ എന്നാലേ ഇത് ആ ഗ്രൗണ്ടിൽ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഇത് മാക്സിമം അവർ ഉയർത്തിയിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് 1 ഡിഗ്രിയും കൂടെ നമ്മൾ പെട്ടെന്നൊരു ട്വിസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ കൂടി ഡിസ്ക് അറേഞ്ച് ചെയ്തോളും, ബോഡി തന്നെ അങ്ങ് അറേഞ്ച് ചെയ്തോളും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഈ ഡിസ്റ്റൻസസ് ഉള്ള കണ്ടീഷൻ പിന്നെ അതിപ്പോ വെട്ടിപ്പിട മാറിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തേക്ക് എങ്ങനെ മാറിയിരിക്കുന്നു നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അത് നോക്കി ബാക്ക് ഞാൻ പറഞ്ഞില്ലേ, ബാക്കിൽ നോക്കിയാൽ അറിയാം വെട്ടിപ്പിട മാറിയത്. ആ ഷാലോനസ് കുഴിയുണ്ടോ 2 എന്താ ഘടിക തരണം. അപ്പൊ അത് നോക്കിയിട്ട് അത് എങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ഒരെണ്ണം മോളി കുഴി, ഒരെണ്ണം താഴെ, ചിലപ്പോൾ ഇങ്ങനെ, ചിലപ്പോൾ ഒന്ന് വൈഡായിട്ടിരിക്കും, ഒന്ന് ചെറിയ കുഴി. അത് കാണുമ്പോൾ നമുക്കറിയാം ഒന്ന് അകത്തോട്ട് പോയതാണോ പുറത്തോട്ട് വന്നതാണോ മുകളിലോട്ട് കയറിയിട്ടുണ്ടോ താഴോട്ട് പോയിട്ടുണ്ടെന്ന്. അത് സ്വയം അത് ഡയഗ്നോസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും.
അത് സാധാരണഗതിയിൽ 3 ഇരുന്നു. ഇതിപ്പോ മുന്നോട്ട് വന്നതാണെങ്കിലോ എങ്ങനെ മുന്നോട്ട് വന്നതാണ്? ഈ മറ്റേ പുറങ്ങോട്ട് വന്നതാണ്. അകത്തോട്ട് പോയതാണെങ്കിലോ? അവർ എങ്ങനെ ഇരിക്കുന്ന മറ്റവരെ മുകളിൽ പറയുന്നത് മുമ്പോട്ട് പോയതാണ്. L4 and L5 അതേപോലെ ഇതിപ്പം ഒരു സൈഡ് കൊണ്ടും L4 L5 ഒരു സൈഡ് കൊണ്ട് മുന്നോട്ടെന്ന് പറഞ്ഞാൽ അകത്തോട്ടെന്നല്ലേ? അകത്തോട്ട് വന്നതാണെങ്കിൽ ഈ കാല് ഉയർത്തുക, ആ സൈഡിലെ കാല് ഉയർത്തുക, ഉയർത്തിയിട്ട് ഇത് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പ്രസ്സിങ് കൊടുത്ത് ഇങ്ങനെ ഒരു അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് താഴെ പോകും. നമ്മൾ ഈ എൽബോ പോയിന്റ് കൊണ്ട് ആ പെൽവിക് ബോണിന്റെ സുപ്പീരിയർ ലാറ്ററൽ സ്പൈൻ ഇല്ലേ, അതിന്റെ സെന്ററിൽ വെച്ച് അമർത്തിയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ താഴത്തെയും ഈ ടെസ്റ്റിങ് ഒരുമിച്ചായിരിക്കും. അപ്പൊ അത് ഓർഡറിൽ വീഴും. അശുവാണ് മറ്റേത് വേറെ ഇത് വേറെ. ഇത് അമർത്തുന്നതും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ഒരുമിച്ചായിരിക്കണം. അങ്ങനെ ഞാൻ വയ്ക്കില്ല. എന്തെങ്കിലും വേനുണ്ടെങ്കിൽ പറയണം കേട്ടോ, കറക്റ്റ് ചെയ്യുക. ഇപ്പം ഇപ്പോൾ വരെയുള്ള തീർന്നതല്ലേ ഇത് ഒരു സൈഡിൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ഞാനിപ്പോ ഓരോന്ന് കാണിക്കുന്നെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കാണിക്കുന്ന വേറെ പല പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ കറക്റ്റാണ് ചെയ്യുന്നത്. മാനിപ്പുലേഷൻ കറക്റ്റാണ്. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കയില്ല. എങ്ങനെ ചെയ്താലും നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഈ ഹൈറ്റ് ഉയർത്തുന്നത് ബാലൻസ് ചെയ്തെന്ന് നോക്കിയാലും, അതുപോലെ ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ എറിയാനും ശ്രമിച്ചാൽ കറക്റ്റ് ആവുമെങ്കിൽ അത് ശരിയായി. തൊറാസിക് ഏറിയാൽ 12 അറിയാലോ, T12 വരെ ഇവിടെ ഉണ്ട്. കിഡ്നിയുടെ ആ ഭാഗം വരെ ഉണ്ട്. ഇവിടുന്ന് ഇത് ഏത് വേണമെങ്കിലും സ്ലിപ്പ് ചെയ്ത് അങ്ങോട്ട്. സാധാരണഗതിയിൽ T10 അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. കാര്യം മൂവ്മെന്റ് കൂടുതൽ അതിനാണ്. കുനിയുമ്പോഴും നൂരുമ്പോഴും ഉള്ള മൂവ്മെന്റ് അതിന് ആളിനെ കുത്തിയിരുത്തിയിട്ട് നമ്മൾ ബാഗ് തറയിരുന്ന് ചെയ്താലേ അത് ഒക്കും. ഞാൻ പറഞ്ഞുതരാം. ഏത് വെട്ടിപ്പിടെയാണോ ഇങ്ങോട്ട് തള്ളിയിരിക്കുന്നത് അതിന്റെ മുകളിൽ ഇതുപോലെ പന്ത് വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ മുട്ട് കയറ്റും. സെൻട്രൽ മുട്ട് മടക്കി അവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കൈ രണ്ടും കൂടെ നമ്മൾ തന്നെ ആ നേവൽ സൈഡിൽ നിന്ന് അമർത്തി ഇങ്ങോട്ടെടുത്ത് കക്ഷത്ത് കൊണ്ടുവന്നിട്ട് പൊക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഈ മുട്ട അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് തിരിക്കുന്നതുകൊണ്ട് ഇത് ഓർഡർ. അതിൽ ഏതാണെന്ന് പരിശോധിച്ചിട്ട് തള്ളിയെങ്കിൽ നമുക്ക് കണ്ടറിയാം. അത് പരിശോധിച്ചിട്ട് ചെയ്യാവും. അഥവാ കുഴിഞ്ഞ് അകത്തോട്ടിരിക്കുകയാണെങ്കിൽ ആളിനെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്തു അബ്ഡമൻ ആ ഡയഫ്രത്തിന്റെ ഭാഗത്ത് വെച്ച് അങ്ങോട്ട് തല്ലി കൊടുക്കും. കൈയുടെ പൊസിഷൻ പൊസിഷൻ ഏത് വെർട്ടിബ്രയാണ് അതിന്റെ ഓപ്പോസിറ്റ്. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വേണ്ട തിരിക്കുമ്പോൾ പെയിനൊന്നും ഇല്ലെങ്കിൽ ഓക്കെയാണ്. അല്ല അത് വരും. ഷോൾഡർ ഹംസഫലകം ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഹംസഫലകം എന്ന് പറഞ്ഞാൽ ഫലകത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നെയർ സിസ്റ്റം ഉണ്ട്. ഒരു ടെൻഡനും അവിടെ ഉണ്ട്. അതിലായിരിക്കും പെയിൻ വരുന്നത്. ഇങ്ങനെ രണ്ട് കൈയും ഒരുപോലെ ഇങ്ങനെ വയ്ക്കുക, നിവർത്തിയിരിക്കുക. ഇവിടെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അവിടെ സെൻട്രൽ പിടിക്കുക. ഇങ്ങനെ കറക്റ്റ് പൊസിഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു അടിയാൻ പോകും. അപ്പോൾ ഇത് കറക്റ്റ് പൊസിഷൻ. സ്കാപ്പിലയുടെ സെൻട്രൽ വയ്ക്കുക. രണ്ട് സ്കാപ്പിലയുടെ സെൻട്രൽ പോയിന്റ് ഏതാണ്? സെൻട്രൽ പോയിന്റ്
സെൻട്രൽ പോയിന്റ് ഏതാണ്? സെൻട്രൽ പോയിന്റ് ഏതാണ്? ഏത് വർണ്ണമാണ്? ബൃഹതി. അതിനകത്ത് നമ്മൾ കൈമുട്ട് കൊടുക്കണം. കൊടുത്തിട്ട് ഇപ്പുറത്തെ ഒരാൾ ബാലൻസ് ചെയ്ത് നിന്നിട്ട് അങ്ങോട്ട് തട്ടുക. അവിടെ ഇങ്ങോട്ടാണ് ഫോഴ്സ്, ഈ ഡയറക്ഷൻ. അതെ, കൗണ്ടർ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് പൊസിഷൻ. പിന്നെ ഇവിടെ ഒരു കൊളുത്തുണ്ട്. അതിനകത്താണ് സ്റ്റാപ്ലയുടെ ഇവിടെ വന്ന് അത് കിടന്നതിന് ശേഷം അത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിരിക്കുകയാണെങ്കിൽ കിടത്തിയിട്ട് ഇങ്ങനെ കുറിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഫോഴ്സും ഇത് ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടുക. സൈമൾട്ടേനിയസ് തട്ടുക. അത് അപ്പുറവും ഇപ്പുറവും ഒരുപോലെ ചെയ്യാം. ക്ലാവിക്കിൾ ഇവിടല്ലേ വന്ന് കിടക്കുന്നത്. ഭുജമർമ്മം ഒന്നും പറ അത് വന്നില്ല. ഷോൾഡർ ജോയിന്റ്, ക്ലാവിക്കൽ ജോയിന്റ് ഇവിടെ, അവിടെയാണ് കൊരുത്ത് നമ്മൾ വലിക്കുന്നത്. ഷോൾഡർ ജോയിന്റ് മിക്കവാറും ഈ ഡിസ്ലൊക്കേഷൻ വരിക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് സ്പോർട്സിൽ ചെന്ന് മറിഞ്ഞു വീണാലും ഒക്കെ വരുന്നതാണ്. ഒരുപാട് മെത്തേഡുണ്ട്. ശരിയാണ്. ഷോൾഡർ നമുക്ക് ചായ കുടിച്ചത്